നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. മെയ് 4 ആകുമ്പോഴേക്കും നമ്മുടെ രാവിലെ 8 മണി 9 മണി ആകുമ്പോഴത്തേക്കും ആരൊക്കെ തോറ്റെന്ന് ഫസ്റ്റ് ട്രെൻഡ് അറിയാം. ആദ്യത്തെ ലാപ്പിൽ വീണു പോയത് ആരൊക്കെയെന്ന് അറിയാം. അതിനുശേഷം ഒരു 11 മണി ഏതാണ്ട് പോസ്റ്റൽ വോട്ടുകളൊക്കെ എണ്ണി വരുമ്പോഴേക്കും ട്രെൻഡ് മനസ്സിലാവും. നമ്മുടെ ചാനലുകൾ തീരുമാനിക്കും. അതെ. പണ്ടങ്ങനെ തീരുമാനിച്ച് നാണം കിട്ടും. ഹരിയാനയിലൊക്കെ അല്ല, ഈ ചാനലുകൾ പറയുന്നതും കേട്ട് AICC ആസ്ഥാനത്ത് പടക്കം പൊട്ടിച്ച് മധുരം വിതരണം ചെയ്തു. പക്ഷെ ഒരു ഉച്ചയ്ക്ക് 12 മണിയായതും അവരാവെ തലയെ മുണ്ടിട്ട് നടക്കേണ്ട. ഈ നാഷണൽ ചാനലടക്കം അന്ന് മറ്റേ ഫ്ലാഷ് കൊടുത്തുകൊണ്ടിരുന്നത് BJP-യുടെ ഓരോ മണ്ഡലത്തിലും BJP-യുടെ വോട്ട് കുറയുമ്പോൾ കുറഞ്ഞു അല്ല, അവിടെ ആര് കൂടി അല്ലെങ്കിൽ BJP തകർന്നു. അത് എവിടെയൊക്കെ കുറഞ്ഞു, BJP-ക്ക് ഏതൊക്കെ മണ്ഡലത്തിൽ കുറഞ്ഞു. നമ്മുടെ മനോരമയിലെ ഷാനി പ്രഭാകരനൊക്കെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം തിരിച്ചു വന്നു തുടങ്ങിയതായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ പൂർണ്ണമായിട്ടും ഇത്തവണ ഈ മെയ് 4 കേരളത്തിലെ ചാനലുകൾ ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. LDF മുന്നേറുന്ന UDF മുന്നേറുന്നു എന്നുള്ളത് ഒരു സബ് ഹെഡിങ് ആയിരിക്കും. മെയിൻ ഹെഡിങ് BJP-ക്ക് എവിടെയൊക്കെ വീഴ്ച പറ്റി, BJP രാജീവ് ചന്ദ്രശേഖർ ഇനി എത്ര വോട്ടിന് ലീഡ് ചെയ്യുന്നു, എങ്ങാനും ഏതെങ്കിലും ബൂത്തിൽ കുറഞ്ഞു പോയാൽ വാർത്ത, ഈ നിമിഷത്തിൽ ഏറ്റവും വലിയ വാർത്ത എന്നൊക്കെ പറഞ്ഞ് തകർക്കും. അന്ന് കോട്ടിട്ട ആരാചാർമാർ തകർത്തെറിയും. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കാവൽ മന്ത്രിസഭയുടെ തലവനായ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ജയിക്കും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ കേരളമില്ല. അതിനകത്തൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്റെ ഒരു കഴിഞ്ഞ തവണ 83.3% വോട്ട് പോൾ ചെയ്യപ്പെട്ട ധർമ്മടത്തെ SIR കഴിഞ്ഞിട്ട് പോലും, അതായത് ഈ അധികം വന്ന ഈ മരിച്ചുപോയവരുടെ വോട്ടുകള്, അതുപോലെ അസാധുവായ വോട്ടുകൾ, അറിയാതെ വോട്ട് ചെയ്തവർ, അതെല്ലാം മാറ്റി അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അതെല്ലാം മാറ്റിയിട്ട് ശുദ്ധമാക്കിയ, സുതാര്യമാക്കിയ ഒരു വോട്ടർ പട്ടികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നിട്ടും ധർമ്മടത്ത് 76.6% പോൾ ചെയ്തുള്ളൂ. അപ്പോൾ വലിയൊരു ശതമാനം അവിടെ ഇലക്ഷൻ ബഹിഷ്കരിച്ചു എന്നാണ് അർത്ഥം. അതെ. പക്ഷെ പിണറായി തോറ്റു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോയില്ല. അപ്പോൾ അദ്ദേഹം ധർമ്മടത്തും ജയിക്കും എന്ന് ഏതാണ്ടൊക്കെ എനിക്ക് ഉറപ്പല്ല. നമുക്ക് അങ്ങനെ ആയിക്കോട്ടെ. ധർമ്മടത്ത് ജയിക്കുമ്പോൾ അദ്ദേഹം അടുത്ത മന്ത്രിസഭയിൽ വരുമോ അതോ പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ളതാണ്. അല്ല, അതായത് അങ്ങയുടെ ചോദ്യം വളരെ കൃത്യമാണ്. LDF-ന് ഭരണം കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട്, കാരണം 2 ടേം മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് മന്ത്രിയായിരുന്നു അല്ലേ, പാർട്ടി സെക്രട്ടറി. പക്ഷെ അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ടില്ല. ആകണ്ടേ ആ ഒരു പക്ഷെ അതൊരു ഡീഗ്രഡേഷൻ ആയിട്ടാണ് അദ്ദേഹം കരുതുന്നത്. അല്ല, ധാർമ്മികമായി ചിന്തിക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച LDF-ന്റെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി തോറ്റ് പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം ക്യാപ്റ്റന്റെ ചുമതലയാണ്. ജയത്തിന്റെ ഉത്തരവാദിത്വം ക്യാപ്റ്റൻ ആണെങ്കിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും ക്യാപ്റ്റൻ ഉണ്ട്. ക്യാപ്റ്റൻ അമരത്ത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു നല്ല പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷെ എന്റെ വിലയിരുത്തൽ ഞാൻ പറയാം, അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഇരുന്നാലും അതൊരു ഒരു മുഴുവൻ സമയ സമ്പൂർണ്ണ പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ക്യാബിനറ്റ് പദവി ഇല്ലാതെ അദ്ദേഹത്തിന് പറ്റുമോ നിയമസഭയിൽ? അല്ല, അതിന് ധർമ്മടത്തുനിന്ന് ജയിക്കുക, ഇല്ലത്തുനിന്ന് പുറപ്പെട്ട അമ്മാത്തെത്തിയില്ല എന്നുള്ള അവസ്ഥ എത്തൂലേ? അല്ല, അവിടെ ചില അപവാദങ്ങളുണ്ട് അതിനൊക്കെ. അത് ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞതുപോലെ അങ്ങ് ചോദിച്ചത് ശരിയാണ്. ക്യാബിനറ്റ് പദവി ഇല്ലാതെ നമ്മുടെ സഖാവ് പിണറായി വിജയൻ എങ്ങനെ ജീവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ സത്യത്തിൽ സാക്ഷാൽ പിണറായി വിജയന് പോലും സാധിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ജയിച്ച് ഭരണം കിട്ടി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതിനുള്ള ഉത്തരമൊക്കെ അതൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ള ചർച്ച പോലും നടത്തിയ ആളെയൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാവൽ മന്ത്രിസഭയുടെ തലവനായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അടുത്ത തവണ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹം
അനാരോഗ്യം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വീണ്ടും അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകാനുള്ള പെർമിഷൻ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം അനാരോഗ്യം, ഇപ്പൊ 82 വയസ്സായി. പക്ഷെ ഒരിക്കലും അദ്ദേഹം തന്നെ ആരോഗ്യവാനല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ തോറ്റു കഴിയുമ്പോൾ, പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നതിന് പകരം അദ്ദേഹത്തിന് സ്വാധീനമുള്ള, അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളെ നിയോഗിക്കും. അത് പിന്നെ അതിന് വേറെ ചില കാര്യങ്ങളാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇടതു മുന്നണി കൺവീനർ ആരാകണം എന്നതുപോലെ ആയിരിക്കും അത്. അതെ, അതുപോലെയാണ്. മാത്രമല്ല പാർട്ടി സെക്രട്ടറി ആരായിരിക്കണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചതുപോലെ ഇതും തീരുമാനിക്കും. അതായത് മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒന്നും അദ്ദേഹം സ്വീകരിക്കില്ല. അതാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസിക നിലയെ നമ്മൾ അംഗീകരിക്കണം. അതൊന്ന്. രണ്ട്, പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് മുഖ്യമന്ത്രി? അതൊരു ചോദ്യമല്ലേ? അല്ല, ക്ഷമിക്കണം, ആരാണ് പ്രതിപക്ഷ നേതാവ്? അതെ, ഞാൻ നോക്കിയിട്ട് എനിക്കൊരു ബദലുത്തരം നൽകാനാണ് വരുമെന്ന് ഉറപ്പില്ല. പിന്നെ LDF പറയുന്നത് 50 ഷുവർ സീറ്റുണ്ട്. പിടിച്ചാലും ഉടുമ്പ് പോലെ പിടിവിടാത്ത 50 സീറ്റിൽ 50 സീറ്റിൽ ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നയാള് നമ്മുടെ ധനമന്ത്രിയാണ്. അതെ, KN ബാലഗോപാൽ, കൊട്ടാരക്കരയിൽ. അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ? കാരണം വമ്പൻ PR പണി നടത്തിയിട്ടുണ്ട്. PR പണിയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ജനം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ, അദ്ദേഹത്തെ ജയിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അദ്ദേഹം ജയിച്ചാൽ ശരി, പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിനെ പരിഗണിക്കാം. പക്ഷെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അത് പിന്നെ പറയാം. ജനത്തിന് അല്ല, CPM-നെ സംബന്ധിച്ചേ അവരങ്ങനെയൊന്നും, നമ്മള് പാർട്ടിയെ എപ്പോഴും എഴുതി തള്ളണ്ട. പാർട്ടിക്ക് നോക്കിയായിരുന്നെങ്കിൽ ബാലഗോപാൽ ധനമന്ത്രിയാകുമായിരുന്നു. രാജീവ് അല്ല, അത് പാർട്ടിയല്ല തീരുമാനിച്ചത്. പിണറായി വിജയനാണ് തീരുമാനിച്ചത്. ഷംസീർ നിയമസഭാ സ്പീക്കർ ആകുമായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുക എളുപ്പമല്ല. ഇവിടെ എന്റെ ചോദ്യം അതാണ്. ബാലഗോപാൽ ഇനി കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹം തോറ്റു എന്നിരിക്കട്ടെ, പിന്നെ ആരാ സാധ്യത? ഇപ്പൊ അങ്ങ് പറഞ്ഞ പേരാണ് P. രാജീവ് കളമശ്ശേരിയിൽ നിന്ന് ജയിക്കുമോ? അതിന് സാധ്യതയുണ്ടോ? സംശയമാണ്. ഇനി പിന്നെ ഒരാളുള്ളത് MP രാജേഷാണ്, തൃത്താലയിൽ. രാജേഷ് ഇക്കുറി പഴയ പാലക്കാട് തൃത്താല ഡീലൊന്നുമില്ല. കഴിഞ്ഞ തവണ പാലക്കാട് തൃത്താല ഡീലുണ്ടായിരുന്നുള്ള ആക്ഷേപം BJP ഉന്നയിച്ചിരുന്നു. ഇത്തവണ ഡീല് കാരണം എന്താന്ന് വെച്ചാൽ ഈ പാലക്കാട് വോട്ട്, CPM-ന്റെ വോട്ട് ഏതെങ്കിലും വിധത്തിൽ UDF-ന് കൊടുത്താൽ പാലക്കാട് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് കരുതപ്പെടുന്ന സീറ്റ് നഷ്ടമാകും. പാലക്കാട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചിരിക്കുന്നത്. വലിയ മത്സരം നടന്നു. അപ്പുറത്ത് രമേശ് പിഷാരടി ആയിരുന്നു, ഇപ്പുറത്തെ ഇടതുപക്ഷത്തിൻ്റെത് ഒരു വ്യവസായി ആയിരുന്നു. ഇതൊക്കെ ശരി തന്നെ. എങ്ങാനും ജയിച്ചു പോണെങ്കിലോ? അപ്പൊ ഈ തിരിമറിയൊന്നും കഴിഞ്ഞ തവണയൊക്കെ അത് നടന്നു. ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിലെ വോട്ടുകൾ മറിച്ച് കോൺഗ്രസിന് കൊടുത്തിരുന്നു എന്ന് BJP പറയുന്ന കണക്കുകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ BJP-യിലെ പാലക്കാട്ടെ ഒരു വിഭാഗവും അതൊക്കെ അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് തൃത്താലയിൽ വലിയ രീതിയിൽ മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ചെയ്ത് MP രാജേഷിന് കിട്ടി. അവിടെ തൃത്താലയിൽ മുമ്പ് ജയിച്ചിരുന്ന സ്ഥാനാർത്ഥി തോൽക്കുകയും അദ്ദേഹം എന്താ പറയുക, ഈ മുസ്ലിം വോട്ട് ബാങ്കിന് അനഭിമതനായി തീരുകയും ചെയ്തതിന്റെ പുറകിൽ ഷാഫി പറമ്പിലിന് പങ്കുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട്. തൃത്താലയിലെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഇത്തവണ അത്തരം ഗിമ്മിക്കുകളൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. ഒരു പേര് വിട്ടുപോയി. പ്രതിപക്ഷ നേതാവ് ബേപ്പൂരിൽ നിന്ന് വന്നാലോ? സുൽത്താനെ പോലെ. അത് കാക്ക മലന്ന് പറക്കണം. എങ്കിലും ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അതൊക്കെ ലീഗിന്റെ ഉറച്ച വോട്ട് അവിടെ വീണ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സാധ്യതയുള്ള ഒരാള് പേരാമ്പ്രയിലെ TP രാമകൃഷ്ണനാണ്. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു പാർലമെന്റേറിയനാണ്, മാന്യനാണ്, അഴിമതിക്കാരനല്ല, സഹൃദയനാണ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള, ചെറ്റ വർത്താനം പറയില്ല എന്ന് മാത്രമല്ല എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതാവാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ CPM-ന്റെ
ഈ വളരെ താഴെത്തട്ടിൽ നിന്ന് ഒരു വളരെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനം തന്നെ ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ദുരാരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അത് പിൻവലിക്കാനുള്ള മര്യാദ കാണിച്ച വ്യക്തിയാണ്. അത് അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ നേതാവ്. അല്ല, അവിടെയും വലിയ വെല്ലുവിളിയുണ്ട്. ഈ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പേരാമ്പ്രയിൽ തോറ്റുപോകുമെന്നാണ് പാർട്ടി പോലും വിലയിരുത്തുന്നത്. ഞാൻ പറയുന്നത് CPM-ന്റെ തന്നെ വിലയിരുത്തൽ പേരാമ്പ്രയിൽ ഫലം വന്നതിന് ശേഷം നമുക്ക് പറയാം. അതാണ് സാഹചര്യം. അപ്പൊ എനിക്കൊരു സംശയം, നമ്മുടെ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കണ, ഈ പ്രമുഖരെല്ലാം തോറ്റുപോയാൽ CPM എന്ത് ചെയ്യും? തിരുവിതാംകൂറിൽ നിന്നുമായാലും ഒരു വനിതാ പ്രതിപക്ഷ നേതാവ്, വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അല്ലേ? രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞ് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലേക്ക് പറഞ്ഞു. അത് കോൺഗ്രസ്. അതെ, അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ ഒരു ആശയം ഇവരുടെ അല്ല, ഇവിടെ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കോൺഗ്രസിന് CPM-ന് മലബാറിൽ നിന്ന് ഒരു വനിതാ പ്രതിപക്ഷ നേതാവിനെ കിട്ടുമോ? പേരാവൂര് ടീച്ചർ മത്സരിക്കുന്നുണ്ട്, പക്ഷെ അവിടെയും ടീച്ചറിന് അനുകൂലമല്ല കാര്യങ്ങൾ. അല്ല, അത് പോട്ടെ, പ്രതിപക്ഷ നേതാവാക്കാമല്ലോ. ദേശീയ അന്തർദേശീയ പുരസ്കാരം വരെ കിട്ടിയത് ടീച്ചറിനെ പറഞ്ഞതുപോലെ മന്ത്രിയാക്കി. ഞാൻ ചോദിക്കട്ടെ, ഓർത്തഡോക്സ് സഭയുടെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് ജയിച്ചു വരുന്ന ഒരു വനിതാ CPM ആണെങ്കിലും, അതെ, ബേപ്പൂരിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെയാണ് എനിക്ക് അവിടെയും പറയാം. വീണ ജോർജിന്റെയും കാര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലവിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകളെ തോൽപ്പിച്ചുകൊണ്ടാകും ജയിക്കുമെങ്കിൽ, അല്ല, ജയിച്ചാൽ അത് വലിയ ചരിത്രമാണ്. വീണ ജോർജ് ജയിച്ചാൽ അത് ചരിത്രമാണ്. ഭർത്താവിന് തോൽവി, ഭാര്യ ജയിച്ചു, ഭർത്താവ് തോറ്റു. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആറന്മുളയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വീണ 3-ാം സ്ഥാനത്തായിരുന്നു എന്നാണ്. അവിടെ മത്സരം കുമ്മനം രാജശേഖരനും അബിൻ വർക്കിയും തമ്മിലായിരുന്നു. ശബരിമല എഫക്റ്റ് ആറന്മുളയില്, ചെങ്ങന്നൂര് ഒക്കെ വർക്ക് ചെയ്യും. ഇവിടെ കഴക്കൂട്ടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പേരാവൂര് നിന്ന് ടീച്ചർ ജയിക്കാൻ സാധ്യത കുറവാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. പാർട്ടി അങ്ങനെ വിലയിരുത്താവൂ. പാർട്ടി എപ്പോഴും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ടീച്ചർ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ, ടീച്ചർ ജയിച്ചു വന്നാൽ പ്രതിപക്ഷ നേതാവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. തോറ്റുപോയാൽ പിന്നെ പറയണ്ടല്ലോ. പ്രശാന്ത് മറന്നൊരു പേരുണ്ട്, പറഞ്ഞോളൂ. എന്തിനാണ് ഈ മലബാറിലും മധ്യ കേരളത്തിലൊക്കെ പോകുന്നത്? നമ്മുടെ നിയമത്തിന്റെ മുത്ത് ശബരിനാഥ് അല്ല, പ്രതിപക്ഷ നേതാവാകാൻ നമ്മുടെ ശിവൻകുട്ടി. അല്ല, നേമത്തൊന്നും ജയിക്കണ്ടേ അദ്ദേഹം? ജയിച്ചു വന്നാൽ ഈ പറഞ്ഞതുപോലെ ശിവൻകുട്ടിയെ പക്ഷെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്താൻ സാധിക്കുമോ? ഈ പറഞ്ഞതുപോലെ അല്ലല്ല, ഒന്ന് പറഞ്ഞ് രണ്ടിന് സഭയിൽ കമ്പ്യൂട്ടർ തൂക്കിയെടുത്ത് സ്പീക്കറിന് നേർക്ക് അല്ല, സഭാപരിചയമൊക്കെ ഉണ്ട്. ആ പരിചയം നമുക്കറിയാമല്ലോ. സഭയുടെ മേശപ്പുറത്തൂടെ നടന്നതും അവസാനം പ്രഷർ കൂടി വീണതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ മുന്നിലിരുത്തിയ പ്രശ്നം തീരും. പ്രതിപക്ഷ സീറ്റ് സ്പീക്കർക്ക് അല്ല, കഴിഞ്ഞ തവണ സഭയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ ഈ ശിവൻകുട്ടി സഖാവ് എണീറ്റ് അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്നു. പിണറായിയാണ് പതുക്കെ തട്ടി അവിടെ ഇരുത്തിയത്. പോകാൻ എളുപ്പമുണ്ട്. അല്ല, എഴുന്നേറ്റ് പോകാനൊക്കെ എളുപ്പമുണ്ട്, നമ്പർ 1 ആണ്. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഇരുത്തിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? പക്ഷെ വളരെ മാന്യന്മാരായ CPM സ്ഥാനാർത്ഥികൾ പലരും മത്സരിക്കുന്നുണ്ട്. എല്ലാവരും തോറ്റു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല, അല്ല പ്രതീക്ഷിക്കുന്നുമില്ല. അല്ലല്ല, ജനം തീർച്ചയായിട്ടും CPM-ന്റെ ജനത്തിന് ഇഷ്ടമാണ് കുറെ നേതാക്കളെ ജയിച്ചു വരാനുള്ള ജയിപ്പിക്കുക. ജനത്തിന്റെ ഇഷ്ടമാണ്. ജനത്തിന്റെ ഇഷ്ടപ്രകാരമേ വിധി നടക്കുള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ക്യാബിനറ്റ് പദവിയിൽ അടക്കം ആര് വന്നിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പഴയ അതേ പാർട്ടി തന്നെയാണ്. അതെ. ആരാണോ പിണറായി വിജയനെ വൈദ്യുതി മന്ത്രിയും ആ പിണറായി വിജയനെ തന്നെ 2 തവണ സംസ്ഥാന മുഖ്യമന്ത്രിയാക്കിയതും, ആരാണോ VS അച്യുതാനന്ദനെ ചവിട്ടിത്താഴ്ത്തിയതും, ആരാണോ പാർട്ടിക്കുള്ള അതേ ശക്തികൾ തന്നെയാണ്, അവര് തന്നെയാണ്. ഇവിടെയും കാര്യങ്ങൾ CPM-ലെ മലബാർ ലോബി എന്ന് പറയുന്നത് കണ്ണൂർ ലോബി എന്നങ്ങ് പറയും. അതല്ലേ കുറച്ചുകൂടെ ശരി. കണ്ണൂർ ലോബി തീരുമാനിക്കും. കണ്ണൂർ ലോബി ഇലക്ഷനിൽ സ്ട്രോങ് ആണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ KK രാഗേഷിന്റെ നേതൃത്വത്തിൽ ഒരു സേ ഉണ്ടെങ്കിൽ, അല്ലേ, രാഗേഷിന് പറയാൻ എന്തെങ്കിലും ഒരു സേ ഉണ്ടാകണമെങ്കിൽ മെയ് 4 റിസൾട്ട് വരണം. റിസൾട്ട് വരുമ്പോൾ അറിയാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ കണ്ണൂർ ലോബിക്ക് തന്നെ ഒരു തിരിച്ചടി കിട്ടിയാലോ?
അതാ ഞാൻ പറഞ്ഞത്. കണ്ണൂർ ലോബി രാകേഷിന് പറയാൻ സേ വേണം. രാകേഷിന് എനിക്ക് ഇന്നയാളെ പ്രതിപക്ഷ നേതാവാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് കണ്ണൂർ ലോബിക്ക് പറയാൻ രാകേഷിന് ഒരു സേ വേണമെങ്കിൽ അവിടെ പഴയതുപോലെ. എനിക്ക് സംശയമുണ്ട്, അവിടെ അത്ര അങ്ങോട്ട് ആ സേ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ സത്യത്തിൽ CPM വലിയ പ്രതിസന്ധി നേരിടുന്നു. പക്ഷെ വരേണ്ട പ്രതിപക്ഷ നേതാവ് നല്ലൊരു വാക്ചാതുര്യവും ഒരു നേതൃപാടവവും എന്തിനേയും എതിർക്കാനുള്ള അത് മാത്രമല്ല, ഇപ്പൊ ഇനിയിപ്പോ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ UDF-നുള്ളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ഗ്രൂപ്പ് കലഹം തുടങ്ങും. അപ്പോൾ ഈ ഗ്രൂപ്പ് കലഹം ഭരണത്തെ ബാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാലോ 2001 അതിനൊരു സൊല്യൂഷൻ ഉണ്ട് പ്രശാന്ത്. കോൺഗ്രസിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും കോൺഗ്രസിന്റെ ഒരു തീരുമാനം, ആദ്യത്തെ 2.5 വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ, അടുത്ത 2.5 വർഷം രണ്ടാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ്. പിന്നെ നമ്മുടെ PC വിശ്വനാഥ് അടക്കം. അല്ല, പക്ഷെ അതിനൊക്കെ ഈ മുസ്ലിം ലീഗിന് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും ഒക്കെ സമ്മതിക്കും. അല്ലല്ല, ക്രിസ്ത്യൻ സഭകളുടെ ദൗത്യം ഏതാണ്ട് ഇതവിടെ തീരും, ജയിപ്പിച്ചു വിടുക എന്നുള്ളതല്ലേ. രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ക്രിസ്ത്യൻ സഭയ്ക്ക് ഇനി പറ്റില്ല. അവരും അക്കടി പറ്റിയൊരവസ്ഥയിലാണ്. കോൺഗ്രസിനുള്ളിൽ ഇനി സമുദായം നോക്കുമ്പോൾ ക്രൈസ്തവ സമുദായമാണ്, മുസ്ലിം ന്യൂനപക്ഷമാണ്, ഹിന്ദു മഹാഭൂരിപക്ഷമാണ്. ഇതെല്ലാം കോൺഗ്രസ് നോക്കുന്നതാണ്. അതുകൊണ്ട് തീരുമാനം വേണ്ടണം എന്നാണ് ലീഗിന്റെ തീരുമാനം. വേണ്ടണം, ഇന്ന് വേണ്ട നാളെ വേണം, അതായത് വേണ്ടണം. അതായത് ഒരു ദിവസം PK കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാലി സാഹിബ് പറയുന്നു ഉപമുഖ്യമന്ത്രി പദവി ചോദിക്കും, അടുത്ത ദിവസം അദ്ദേഹം തന്നെ പറയുന്നു ചോദിക്കില്ല, പിന്നെയും പറയും ചോദിക്കും പറയും. അവരുടെ ലക്ഷ്യം 5+1 പക്ഷെ അത് തൽക്കാലം കൊടുക്കാൻ നിർവാഹമില്ലെന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരട്ടെ കോൺഗ്രസ്. നമുക്ക് ഇപ്പൊ നമ്മളിതെല്ലാം ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 2.5 വർഷം രമേശ് ചെന്നിത്തലയും അടുത്ത 2.5 വർഷം VD സതീശനും വരുമ്പോൾ ഇവരെ നേരിടാൻ ഈ ഡബിൾ ബാരൽ എഞ്ചിനാണ് ഈ നമ്മുടെ BJP-ക്കാർ പറയുന്നത് പോലെ ഡബിൾ ബാരൽ എഞ്ചിൻ. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുന്ന ഇവരെ നേരിടാൻ കരുത്തുള്ള പ്രതിപക്ഷ നേതാവ്. 2.5 വർഷം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് മാറാൻ പറ്റില്ല, ഈ ഭയന്ന് മാറി എന്ന് പറയും അല്ലേ. അതെ, അതുകൊണ്ട് കെൽപ്പുള്ള 5 വർഷത്തേക്ക് കെൽപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവ് 2.5 വർഷം വീതം പകുത്ത്. പക്ഷെ അങ്ങനെ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നിയമസഭയ്ക്ക് സമ്മാനിക്കാൻ CPM-ന് കഴിയുമോ? ജനം അതിനുള്ള ഒരു മാൻഡേറ്റ് കൊടുക്കുമോ എന്ന ചോദ്യവും അണിയറയിൽ ആരെങ്കിലും ജയിക്കില്ല CPM-ൽ. അല്ല, അതൊക്കെ ജയിക്കും. പക്ഷെ ജയിച്ച ഏതെങ്കിലും ഈ ജയിച്ചു വരുന്നതിൽ നിന്ന് ഒരാളെ അങ്ങ് നിയോഗിക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി അതൊക്കെ പഠിച്ച് വളരെ കൃത്യമായിട്ട് അതിന് ഏറ്റവും യോഗ്യതയുള്ള ആളിനെ തന്നെ നിയമിക്കുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് 2001 40 സീറ്റുമായി അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട 2001 വെറും 40 സീറ്റുമായിട്ട് പ്രതിപക്ഷത്തായി പോയ പാർട്ടിയെ അന്ന് നയിക്കാൻ VS-നെയാണ് ഏൽപ്പിച്ചത്. അന്ന് VS ആണ് പ്രതിപക്ഷ നേതാവ്. അല്ല, അതുകൊണ്ട് VS 2006 എത്തിയപ്പോഴത്തേക്കും അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ VS-ന് പറ്റി. പാർട്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഒടുവിൽ പ്രഖ്യാപിക്കേണ്ടി വന്നില്ലേ? VS-ന്റെ പേര് ഒഴിവാക്കി VS-ന് മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ച് ലിസ്റ്റ് പോയതല്ലേ? അത്തരം പഴുതുകൾ പാർട്ടി അന്നേ അടച്ചു. അതൊക്കെ അന്നേ അടച്ചു. അപ്പൊ ഇവിടെയും ചോദ്യം അതാണ്. കാരണം ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നവർ മാത്രമല്ല, G. സുധാകരൻ ജയിച്ചു വരാൻ നല്ല സാധ്യത. എനിക്കൊരു കൗതുകരമായ ചോദ്യം കൂടിയുണ്ട്. G. സുധാകരൻ ഇടത് ചിന്താഗതിയുള്ള 6 പതിറ്റാണ്ട് 62 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആണേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ്. സജി ചെറിയനൊക്കെ പറയുന്ന പുത്തൻകൂറ്റുകാരാണ് അദ്ദേഹത്തെ ഇപ്പോൾ തീർത്തുകളയും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നടപടി എടുത്തിരിക്കും, ഞാൻ വീഴും, യഥാർത്ഥ സുധാകരൻ ആരാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നൊക്കെ പറഞ്ഞ് തിരിച്ചൊരു, അതും ഈ ചട്ടത്തരം പോലത്തെ ലോ ക്ലാസ്. അപ്പോൾ G. സുധാകരൻ എങ്ങാനും തിരിച്ച് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. ആരാണ് പിന്തുണ? SDP-യുടെ പിന്തുണ നമ്മൾ LDF പറയുന്ന പോലെ ആര് പിന്തുണച്ചാലും ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ G. സുധാകരന് ഒരു മനമാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു മനമാറ്റം ഉണ്ടായി, അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എന്റെ ഒരു മനസ്സിൽ ഒരു കൗതുകരമായ ചോദ്യമാണ്. നമുക്ക് രാഷ്ട്രീയ ചിന്തകളിൽ അതും രാഷ്ട്രീയ പ്രതീക്ഷ, നമുക്കത് പ്രതീക്ഷിക്കാം, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാം. അദ്ദേഹം പോകുന്നു, എന്നാൽ പിന്നെ ഞാൻ ഇനി നോക്കിക്കൊള്ളാം. അങ്ങനെ ഒരു
അവസ്ഥ CPM ഉണ്ടാകും? ഇല്ല, അങ്ങനെ ഒന്നാമത്തെ കാര്യം, ജി സുധാകരന് ഇനി പാർട്ടിയിലേക്ക് ഒരു മടക്കം എളുപ്പമല്ല. കാരണം ജി സുധാകരൻ നേതൃത്വത്തെ അത്രയേറെ വെല്ലുവിളിച്ച്, നേതൃത്വത്തെ അത്രയേറെ ബുദ്ധിമുട്ടിച്ചാണ് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ അല്ല, അതൊക്കെ അവര് പറയും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അമ്പലപ്പുഴ നിന്ന് ജി സുധാകരൻ ജയിച്ചാൽ അത് കേവലം ആലപ്പുഴയിൽ മാത്രമായിരിക്കില്ല അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകുന്നത്. അത് ദക്ഷിണ കേരളത്തിൽ മുഴുവനും, അതായത് അത് ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്ന് വീശി അടിച്ച് കൊല്ലവും കടന്ന് തിരുവനന്തപുരത്തെത്തും. കിഴക്കോട്ട് പോയാൽ പത്തനംതിട്ടയിലും കോട്ടയത്തും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും. പിന്നെ വടക്കോട്ട് പോയാൽ, ഉത്തരഭാഗത്തേക്ക് പോയാൽ എറണാകുളത്തും തൃശ്ശൂരും അതിന്റെ അനുരണനങ്ങൾ. CPM-കാര് പറഞ്ഞല്ലോ, ജി സുധാകരൻ രാജിവെച്ച് ഞങ്ങൾ 24 മണിക്കൂർ നോക്കി, 48 മണിക്കൂർ നോക്കി, ഒരു ഇല പോലും അനങ്ങിയില്ല, ഒപ്പം ആരും പോയില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഗൗരിയമ്മ പോയി, പാർട്ടിക്ക് നഷ്ടമാണോ ലാഭമാണോ? ലാഭമായിരുന്നു. എങ്ങനെ? പാർട്ടിക്ക് ഗൗരിയമ്മ ഇന്നും എതിർപക്ഷത്ത് നിന്നും പാർട്ടിക്ക് ഗൗരിയമ്മ ഒരു വിഷയമേ അല്ലായിരുന്നു. പക്ഷെ ഗൗരിയമ്മ പോയത് കൊണ്ട് ഗൗരിയമ്മയ്ക്ക് ലാഭമുണ്ടായി. അല്ല, ഗൗരിയമ്മയ്ക്ക് പാർട്ടിക്ക് നഷ്ടമുണ്ടായോ ലാഭമുണ്ടായോ? പാർട്ടിക്ക് 2001 ദക്ഷിണ കേരളത്തിൽ കനത്ത തിരിച്ചടി കിട്ടാൻ കാര്യം ഗൗരിയമ്മയും ഒരു ഫാക്ടർ അല്ലേ? അതിലൊരു എല്ലാ ഫാക്ടറുകളിലും ഒന്നതായിരുന്നു. ഇനി അടുത്തത് MV രാഘവൻ പോയി. MV രാഘവൻ മലബാർ വിട്ടു പോയത് ആ കാലത്ത് 96-ൽ പാർട്ടി ജയിച്ചൊക്കെ വന്നു. പക്ഷെ 2001 എന്ത് സംഭവിച്ചു? അത് ഈ ഫാക്ടർ എല്ലാം ഒരുമിച്ച് വന്നെങ്കിലും MVR പക്ഷേ ഒരു ബദൽ CMB ഉണ്ടാക്കി. അതേ ഗൗരിയമ്മ അങ്ങനെ തന്നെ JSS ഉണ്ടാക്കി മത്സരിച്ചു. JSSന് വേണ്ടിയിട്ട് ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവം ഉണ്ടായി. കരുനാഗപ്പള്ളിയിൽ മറ്റേ നമ്മുടെ അഡ്വക്കേറ്റ് ജയിച്ചു, രാജൻ ബാബു. അന്ന് ഈ 100 സീറ്റ് എന്ന് പറയുന്നത് അന്ന് വാസ്തവം പറഞ്ഞാൽ രാജൻ ബാബു, ഉമേഷ് ചള്ളിയിൽ പാർട്ടിയെ അന്ന് എന്താ പറയാ ആടപടലം CPM-നെ തകർത്ത് കളഞ്ഞു. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു വരാൻ കാര്യം ഈ VS എന്നൊരു ഫാക്ടർ. ഇന്ന് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ? GS ഫാക്ടർ ഉണ്ട്, GS ഫാക്ടർ ഉണ്ട്. പക്ഷെ അതെങ്ങനെ അവർ സ്വീകരിക്കും? അല്ലല്ല, സുധാകരൻ തിരിച്ചു പാർട്ടിയിലേക്ക് വരും എന്ന് നമ്മൾ കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഒന്നാമത് അദ്ദേഹത്തിന് അതിനുള്ളൊരു പ്രായം ഇനിയില്ല, ഇനിയൊരു അംഗത്തിനുള്ള ബാല്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു, വാശിപ്പുറത്ത് മത്സരിച്ചു, ജയിച്ചു. പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു അദ്ദേഹം. ഇനി അദ്ദേഹം മടങ്ങി CPM-ലേക്ക് പോയാൽ ഛർദ്ദിച്ചത് വിഴുങ്ങുന്നതിന് തുല്യമാവും. ഈ പ്രതിപക്ഷ നേതാവിന് അപ്പോൾ ഭരണപക്ഷത്തെയും ഭയക്കണം, GS എന്ന പ്രതിപക്ഷ ഒറ്റയാൾ പട്ടാളത്തിൽ. അതെ, അല്ല, സ്വാഭാവികമായിട്ടും സുധാകരൻ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. സുധാകരൻ തിരിഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തേക്കായിരിക്കും അല്ലെ, തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് മുഴുവനും പാർട്ടിയെയും പ്രതിപക്ഷത്തെയും ആയിരിക്കും. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് ഭരണത്തിലേറിയാൽ അവർക്ക് വളരെ പണി കുറവായിരിക്കും. CPM-നെ മെരുക്കുന്ന കാര്യം, വരുതിക്ക് നിർത്തുന്ന കാര്യം ജി സുധാകരൻ നോക്കിക്കൊള്ളും. അപ്പൊ അങ്ങനെ ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വാസ്തവത്തിൽ ആര് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് പിന്നെയും ചില പേരുകളെങ്കിലും പറയാം അല്ലെ. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നൊക്കെ നമുക്ക് പേരുകളെങ്കിലും പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പേര് പോലും പറയാത്ത ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അതിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മൾ മെയ് 4-ാം തീയതി അറിയേണ്ടത്.